ആരാ ടിക്കറ്റ് എടുക്കാത്തെ? ആ ടിക്കറ്റ്സ് ടിക്കറ്റ്സ്. ആ ഇത് എന്തൊരു ശല്യമാ, അവിടെ ഇരിക്കും അമൃതത്തി. ആരാ ടിക്കറ്റ് ടിക്കറ്റ്? അയ്യോ എന്റെ പേഴ്സ് കാണുന്നില്ല. എന്റെ പേഴ്സ് ആരും പോക്കറ്റ് അടിച്ചു. അയ്യോ പേഴ്സ് കാണുന്നില്ല. ആരുടെ ആരുടെ പേഴ്സ് പോയത്? എന്റെ പേഴ്സ് കാണുന്നില്ല. ബസ്സിൽ നിന്നാണ് പേഴ്സ് പോയതെങ്കിൽ ബസ്സിലുള്ള എല്ലാവരെയും പരിശോധിക്കണം. ടിക്കറ്റിനുള്ള കാശെടുത്ത് പേഴ്സ് പോക്കറ്റിലിട്ടതാ. ഓഹോ, ദേ വല്ലവര് അബദ്ധവശാൽ ഇയാളുടെ പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ദയവ് വിചാരിച്ച് തിരിച്ചു കൊടുക്കണം. എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാതെ പ്രശ്നം ഒതുക്കാം. എല്ലാരെയും പരിശോധിക്കുന്നത് നല്ലത്. ആരും ഇറങ്ങരുത്, പെണ്ണുങ്ങളെയും പരിശോധിക്കും. ആ പെമ്പ്രന്തൊത്തി അവിടെ നിൽക്കേ. അവളാണ് അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വന്നിട്ടില്ല. അവിടെ എന്താണത് സാർ? പർദ്ദയിട്ട് വേഷം മാറി പോക്കറ്റ് അടിക്കാൻ നടക്കുന്നവനാ. ബസ്സിൽ നിന്ന് പേഴ്സ് അടിച്ചിട്ട് വിഴുങ്ങി കളഞ്ഞു സാർ. എന്ത് പേഴ്സ് വിഴുങ്ങി? അതെ സാർ, ഇവൻ സാധാരണ കള്ളനല്ല, തിരിമുറിഞ്ഞ കള്ളനാ. ഇവൻ എന്തെല്ലാം വിഴുങ്ങിയിട്ടുണ്ടെന്ന് ആർക്കറിയാം? നിങ്ങൾ എല്ലാരും കൂടി ഇയാളെ നന്നായി കൈകാര്യം ചെയ്തു അല്ലേ? അതെ സാർ, എല്ലാവരും ചേർന്നുള്ള ധർമ്മടിയല്ലേ, അതിൽ പിശുക്ക് കാണിക്കാൻ പറ്റുമോ? അല്പം കൂടിപ്പോയി. നന്നായി. ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്തു. ഇയാൾ ഇവിടുത്തെ കോൺസ്റ്റബിളാ, കോൺസ്റ്റബിൾ വാസുദേവൻ. സാർ എന്തോ പേഴ്സ് അടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും. വാസുദേവൻ വിഡ്ഢിയാണെങ്കിലും കള്ളനല്ല. പോലീസ് എന്തിനാ സാർ പർദ്ദയിട്ട് നടക്കുന്നത്? വാസുദേവൻ തുക്കട സിനിമകൾ ധാരാളം കാണും. അതിലൊക്കെയുള്ള സിഐഡികളെ പോലെ വേഷം മാറി കള്ളനെ പിടിക്കാൻ നടക്കുന്നത് വാസുദേവന് വലിയ ഹരമുള്ള കാര്യമാണ്. ഏതായാലും നിങ്ങൾ പോയിക്കോളൂ. ആരുടെയാ പേഴ്സ് പോയത്? എന്റെയാണ് സാർ. അന്വേഷിക്കാം. വൈകുന്നേരം ഒന്ന് ഇവിടം വരെ വന്നോളൂ. ശരി സാർ. ശരി സാർ. സോറി സാർ. ഈ തകഴി കൃഷ്ണപിള്ളച്ചേട്ടന്റെ കൊഞ്ചു വായിച്ചിട്ടുണ്ടോ? തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ. ഞാൻ പിന്നെ ആകോലി അനിച്ചിട്ടാ പറഞ്ഞ് കൊഞ്ചും ചെമ്മീനും ഒക്കെ ഒന്ന് തന്നെയാണെന്ന്. അപ്പൊ കൃഷ്ണപിള്ള ശിവശങ്കരപ്പിള്ളയോ? എല്ലാം ഒന്ന് തന്നെ. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇവിടെ ഉള്ളവനും ഇല്ലാത്തവൻ തമ്മിലുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. എങ്ങനെയുണ്ട്? ആര് പറഞ്ഞെടുക്കാൻ? ഞാനാ എന്തേ തന്നോടാര് പറഞ്ഞ മുറി കയറാൻ? കുറെ നാളായി ആ മുറിയിൽ ഇതിങ്ങനെ അനാഥപ്രേതം പോലെ കിടക്കാനിട്ട്. എന്നാ പിന്നെ ആരെങ്കിലും ഒന്ന് ഇടിച്ച് കാണാലോ എന്ന് വിചാരിച്ചിട്ടാ. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ഊരെ ഞാൻ എന്റെ അടുത്തോട്ടെ? വേണ്ട, അത് പോട്ടെ. ദുബായിന്ന് കാമുകന്റെ കത്തൊന്നും വന്നില്ലേ? ദുബായിന്ന് കാമുകന്റെ കത്ത് വന്നില്ല. എനിക്ക് തരത്തില്ലല്ലോ. തരത്തില്ല ഫിജി, എന്റെ ആകെ സമ്പാദ്യമാ. മോള് പോയിക്കോ, ഇതൊക്കെ ഞാൻ ശരിയാക്കി വേണം. അല്ല ഇപ്പൊ എത്ര വയസ്സായി? എന്തിനാ? ഒരു 50 വയസ്സ് കൂട്ടിക്കോളി. അപ്പോ ഇനി ഒരു 10 കൊല്ലം കൂടി ഉള്ളൂല്ലേ? വല്ലഭായി തന്നെ തന്റെ ഈ കിമോണയിൽ പൊതിഞ്ഞ് ഞങ്ങൾ അവിടെ കൊണ്ടുവച്ചോളാം. എന്നിട്ട് മണ്ണിടാട്ടാ കിമോണക്കാരൻ. നല്ല ആളാ. ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയതാ. അവിടെ തിരക്കായിരുന്നു. ആ ജോസേട്ടാ, ഇത് കുറെ കാലായിട്ടുള്ള
എന്റെ ഒരു ഇന്റർവ്യൂ സുഹൃത്താ. അപ്പൊ നേരെ ഇരിക്കെ. എനിക്ക് ജോലിയില്ലല്ലോ എന്നുള്ള സങ്കടം അപ്പുനായരെ കാണുമ്പോ തീരും. ആ അപ്പുനാരെ, ഇത് ജോസേട്ടൻ, നമ്മുടെ ഒരാളാ. നമസ്കാരം. നമസ്കാരം. നാട് എവിടെയാണ്? ഷൊർണൂരാ. ആ പുള്ളി ഈ ഹാർബറിലൊക്കെ കുറച്ച് പിടിപാടുള്ള ഒരാളാ. എനിക്ക് അല്പം സ്വല്പം ഫോറിൻ സാധനങ്ങളുടെ ഏർപ്പാടാണ്. പരിശു, നമ്മുടെ ഒരു വീഡിയോ സെറ്റ് വന്നുപെട്ടിട്ടുണ്ട്. ആഹാ. ഊക്കൻ സാധനമാ. എന്താ നോട്ടമുണ്ടോ? പുള്ളിക്ക് അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അതെന്താ ഈ വീഡിയോ വാങ്ങിക്കാൻ പാടില്ലേ? ഏതാ സെറ്റ്? സോണി. സോണി ഒരു എനിക്ക് ഇറ്റാച്ചിയാ നോട്ടം. അച്ഛനും അമ്മയും പ്രായമായിരിക്കുക, അവർക്കൊരു നേരം പോക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്റെ ഒരു പോർട്ടബിൾ ഒരെണ്ണം ഉണ്ട്, വല്ലപ്പോഴും ഒരു ബ്ലൂ. ഹിറ്റാച്ചി. ആട്ടെ നോക്ക സാർ. ആ നോക്കി പറ. പരിശു, ഇവിടെ ഒരാള് വന്നിട്ട് പോയി 2 ചായ സംഘടിപ്പിക്കടേ. പാത്രമൊന്നുമില്ല ഇവിടെ. ആ കുപ്പി എടുത്തോണ്ട് പോ. ജോസേട്ടാ, കാശ് ആ മേശപ്പുറത്തുണ്ടേ. ജോസേട്ടാ, പോയി ചായ മാറ്റോണ്ട് പാടേ. ജോസേട്ടാ, ഞാനിപ്പോ ചായ മേടിച്ചിട്ട് വരാം. സാറേ, ഫോറിൻ എന്നും പറഞ്ഞ് ഇവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇന്ത്യനാ. ദാ, ഇതേ സാധനം ബർമാ സാറിൽ കിട്ടും. എന്നാൽ സാധനം ഇതാണോ? അത് ഇന്ത്യൻ, ഇത് ഫോറിൻ. ദാ, ഇതും അവിടെ കിട്ടും. കുപ്പി ഇത് തന്നെ. ഇതിനകത്ത് മരുന്നുണ്ടല്ലോ, അത് വേറെ ആയിരിക്കും. ആ, ഞങ്ങൾ ഹാർബറിലെ കപ്പലുമായിട്ട് നേരിട്ടുള്ള ഇടപാടാണ്. ഒറിജിനൽ ഗാബ്ഡിയൻ. ഒന്ന് വീച്ചട്ടെ. ഞാൻ ക്യാഷ് എടുത്തിട്ടില്ല. സാറിനോട് ആരെങ്കിലും കാശ് ചോദിച്ചോ? ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ട് പറഞ്ഞാ പോരെ. സ്റ്റൈലായിട്ടുണ്ട്. ഈ വക ഐറ്റംസ് എന്റെ ധാരാളം ഉണ്ട്. ഓ, ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തേക്ക്. ആ. ഓ, അല്ല പോവാണോ? ആ ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ? അയാളെ ഞാനൊക്കെ പിടിച്ചേപ്പിച്ചതാ. വരട്ടെ. അല്ല അങ്ങനെ അങ്ങ് പോയാൽ ശരിയല്ല. അല്ല, നമുക്ക് കുറച്ച് ചായ കുടിച്ചിട്ടോ. അല്ല കുടിക്കാന്നേ, കുറച്ച് ചായ കുടിക്കാം. ചായ കുടിക്കാമല്ലോ. അല്ല കുടിക്കാം, നമുക്ക് അതാ നല്ലത്. അത്യാവശ്യമുള്ളതുകൊണ്ട് കാണാം. അല്ല കുറച്ച് കുടിക്കാന്നേ. ജോസേട്ടാ, എന്താണ് വലിയൊരു പൊതിയും കൊണ്ട് പോകുന്നുണ്ടത്? രാവിലെ തന്നെ നല്ലൊരു കച്ചവടം നടന്നു. എത്ര രൂപയുടെ? 1500 രൂപയുടെ. കാശ് കിട്ടിയോ? കാശ് അതൊക്കെ നാളെ അയാൾ തന്റെ കൈ തരൂടും. എന്റെ അമ്മേ. ഒരു ചായ തന്നെ, ഒരു ചായ. ചായ. അല്ല ചേട്ടാ, ഇവിടെ എങ്ങനെയാ പൊതുവെ? അല്ല ഇവിടെ പൊതുവെ എങ്ങനെയാ? പൊതുവെ വളരെ മോശ. രാവിലെ ഒരു 5-10 കച്ചവടം കിട്ടും. അത് കഴിഞ്ഞാൽ പൊതുവെ ഇരിപ്പ് തന്നെ. അങ്ങനെയുള്ള പൊതുവെ അല്ല. ഇവിടെ സ്ത്രീകളൊക്കെ പൊതുവെ ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ? മനസ്സിലായില്ല. അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണേ. വെറുതെ വേണ്ട, നമുക്ക് കാശ് കൊടുക്കാം. എന്താ പ്രശ്നം? തല്ലുള്ള തന്നെ സൂക്കേട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോന്നു. സ്റ്റേറ്റ് ലെവലിൽ ഒരു മ്യൂസിക്കൽ കോൺടെസ്റ്റ് നടത്തുന്നതിനെ പറ്റി കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞത് മിസ്സസ് പിള്ളയ്ക്ക് ഓർമ്മ കാണുന്നില്ല.
ഓയസ്, ഞങ്ങൾ അതിന്റെ ഡൊണേഷന് വേണ്ടി ഇറങ്ങിയതാ. വളരെ സെലക്ടഡ് ആയിട്ടുള്ള വീടുകളിൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. പിള്ളയെ പോലുള്ള കോൺട്രാക്ടർമാരിൽ നിന്നും ഞങ്ങൾ നല്ലൊരു തുക പ്രതീക്ഷിക്കുന്നു. അതിനെന്താ, സമാജത്തിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴെങ്കിലും പിശുക്ക് കാണിച്ചിട്ടുണ്ടോ? മിസ്സിസ് ദാമോദരൻ തമ്പിയുടെ വീട്ടിൽ നിന്നും 1000 രൂപ തന്നു. അത്രേ ഉള്ളോ? ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഇതെന്ത് പറ്റി? ഇടുത്തി വീണതാ. മഹിളാ സമാജത്തിന് ഡൊണേഷൻ വന്നിട്ടുണ്ട്. ഓ, പിന്നെയും ഇടുത്തി. ഒരു 5000 രൂപയുടെ ചെക്ക് എഴുതി കൊടുത്തേക്ക്. ഇവിടെ മുടിഞ്ഞ് നിൽക്കുമ്പോഴാ അവളുടെ ഒരു ലഹളാ സമാജം. ഒന്ന് പോകുന്നുണ്ടോ? അതൊരു നഷ്ടമായി കണക്കാക്കണ്ട. ഇവിടെ വന്നേ. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ ഇരിക്കൂ. വിശാലമെല്ലാം എന്നോട് വിശാലമായിട്ട് തന്നെ പറഞ്ഞു. 5000 രൂപയുണ്ട്. സംഗീത മത്സരം ഗംഭീരമായി തന്നെ നടന്നു. താങ്ക് യു വെരി മച്ച്. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ സാർ? പറയാം. വിശാലം, അധികം എടുത്തോണ്ട് വരൂ. ഓ, കൊള്ളാമല്ലോ. ഇത് ആരുടെ പ്രതിമയാ? അയ്യോ, ഇത് വിശാലത്തിന്റെ അച്ഛന്റെ പ്രതിമയാ. ഇദ്ദേഹം വലിയ സംഗീതജ്ഞനായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കടമക്കുടി കൃഷ്ണൻകുട്ടി ഭാഗവതര് കച്ചേരി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പവർക്കട്ട് വന്നതിന്റെ ആഘാതത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാ. നിങ്ങളുടെ കലോത്സവത്തിലെ ഏറ്റവും നല്ല കലാകാരന് ഇവരുടെ അച്ഛന്റെ പേരിൽ ഇതും കൂടി കൊടുക്കണം. ഓ, അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? എങ്കിൽ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ഇതങ്ങ് സ്വീകരിച്ചാട്ടെ. വളരെ നന്ദി. അതിനേക്കാൾ കൂടുതൽ നന്ദി ഞങ്ങൾക്കുമുണ്ട്. ഇതിലെന്താ മാൻഡ്രേക്ക് എന്ന് എഴുതിയിരിക്കുന്നത്? മിസ്സസ് പിള്ളയുടെ അച്ഛന്റെ പേരേതോ കാടി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അയ്യോ, കാടിയല്ല, കടമക്കുടി. സംഗീത ലോകത്തെ മാന്ത്രികനായതുകൊണ്ട് ആരാധകരിട്ട പേരാ മാൻഡ്രേക്ക് അല്ലേ? ആ, ഓ, അങ്ങനെയാണോ? എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, വരട്ടെ മിസ്സസ് പിള്ള. ഉം, ഉം, ഉം. എന്നാണ് ആ എരണം കെട്ട രൂപം? എന്റെ അച്ഛന്റെ ആണ് പറയണ്ടായിരുന്നു. സ്വന്തം സമാജത്തിന് തന്നെ പാര വെച്ചിട്ട് കരയരുത് വിശാലം. മേക്കപ്പ് ഇളകും. കണ്ടില്ലേ വിശാലം, ഇപ്പോഴേ മഹിളാ സമാജത്തിന്റെ വെടി തീർന്നു തുടങ്ങി. ഓ, മാൻഡ്രേക്കിന്റെ ഒരു ശക്തിയെ. സാർ ഞാൻ ഡാൻസ് ചെയ്യാൻ സാർ സ്റ്റണ്ട് ഒരു പ്രശ്നമേ അല്ല സാർ. ഞങ്ങൾ തന്നെ പിന്നീട് അറിയിച്ചോളാം സാർ. ഓ, വേണം ഞാൻ കാല് പിടിക്കാം സാർ. നടക്കുമ്പോ കാല് പിടിച്ച ഞങ്ങൾ മറിഞ്ഞു വീഴില്ലോ. ഒരു സെക്കൻഡ് ഒന്ന് നീട്ടിയാൽ. വേണ്ട, കാക്കപിടുത്തവും കാലുപിടുത്തവും ഒന്നും വേണ്ട. അഭിനയിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ അഭിനയം എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ ഹോസ്റ്റൽ ട്യൂഷൻ വഴി അഭിനയം പഠിച്ചതാണ് സാർ. ആണോ? എങ്കിൽ അപേക്ഷ ഇയാള് തന്നെ ചെയ്യട്ടെ. ഒന്ന് പിടിച്ചേ. നന്നായി വരട്ടെ. താങ്ക് യു. എന്റെ ദൈവങ്ങളാ സാറന്മാര്. ഞാൻ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ സാറന്മാരുടെ മുമ്പിൽ ഞാൻ ജാട കാണിക്കില്ല. ജാട കാണിച്ചാൽ തന്റെ നെഗറ്റീവ് ഞങ്ങൾ ചുരുട്ടിക്കളയും. അങ്ങനെ ചുരുട്ടിയാൽ മുഖം ഇങ്ങനെ ഇരിക്കും. അയ്യോ, മതി. സാറന്മാരുടെ പേരറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഹിന്ദി പടങ്ങൾ കാണാറുണ്ടോ? അത്യാവശ്യം. ദോ ചോറോം കി കഹാനി കണ്ടോ? ഇല്ല. അത് ഞങ്ങൾ പിടിച്ചതാ. ഞാൻ AKCP, ഇത് BK ചോപ്ര. ഞാൻ ഡയറക്ടർ. ഞാൻ പ്രൊഡ്യൂസർ. അയ്യോ, അപ്പൊ ഇത്രയും ഫ്ലുവന്റ് ആയിട്ട് മലയാളം എങ്ങനെ? ഞങ്ങൾ യഥാർത്ഥത്തിൽ മലയാളികളാ. ഹിന്ദിക്കാര് പാരവയ്ക്കാതിരിക്കാൻ വേണ്ടി ചുമ്മാ CP എന്നും ചോപ്ര എന്നൊക്കെ പേര് മാറ്റിയത്. ഇത് സാറന്മാരുടെ ആദ്യ മലയാള പടമാണോ? അതെ, ചിലപ്പോ അവസാനത്തേതും. അതെന്താ സാർ? താനൊക്കെ എല്ലായിടും അഭിനയിക്കുന്നു. എന്താവും ഗതി എന്ന് ആർക്കറിയാം. എന്താണോ? ഒന്നല്ലേ മലയാളി, നമ്മുടെ നദീന്റെ തന്തയ്ക്ക് ഒരു 10 ഉറുപ്പിക കൊടുക്കേ, കള്ളു കുടിക്കേ. അതുകൊണ്ട് കൂടി പിടിഞ്ഞോട്ട് നമ്മളെ വിളിച്ചാൽ പോരാ, 10 ഉറുപ്പിക നമ്മൾ കൊടുക്കുള്ളൂ. നമ്മളെ മൊലാലിന്റെ ഒരു കഷ്ടപ്പാട്. കഴിഞ്ഞ പരിപാടി നഷ്ടല്ലേ മൊലാലി? എന്താ? അല്ല, ഇവിടെ എല്ലാരും പറയുന്നുണ്ട് കാശൊന്നും തരാതെ മൊലാലിന്റെ ആൾമാര് പറ്റിച്ചെന്ന്. താനാരോടും പറയണ്ട. അതാണ് നമ്മൾ ആരോടും പറയില്ല. മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാതെ ഞാൻ സ്റ്റേജിൽ കയറുവോ? പകയിലാണ് നമ്മള് കേൾക്കാൻ പഠിച്ചാ പോരാ, നിൽക്കാൻ പഠിക്കണം. മലയാളി, പിന്നെ നമ്മൾ വീട്ടിൽ നെയ്ത്ത് വന്നില്ലേ, നമ്മൾ ചെറിയ അഞ്ചന് മാർക്ക കല്യാണാണ്. കയ്യിൽ നിന്ന് പൈസ അയച്ചു കൊടുക്ക. വീട്ടിൽ കഷ്ടപ്പാടാണ്, അതുകൊണ്ടാണ് ഈ മലയാളി മലയാളി മലയാളി
എന്താണ് പരിപാടിയാ? എവിടെയാണ്? ജയിച്ചതാണ്. എന്തോ പരിപാടി? എവിടെയാണ്? ആ, രാമനാട് വീട് ഏതാണ്? ഇത് രാമനാട് വീടല്ലേ? വാഴയാണ്, വാഴ. മലയാളി, അപ്പൊ ഞമ്മള് പറഞ്ഞ കാര്യം അല്ല, കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യം. അതെന്താണെന്ന് മലയാളി, ആരും ഞമ്മളെ സഹായിക്കാനില്ലാണ്ടായി പോയി. അതുകൊണ്ടാണ്. ഉറങ്ങുകയാണല്ലേ? ഉറങ്ങിക്കോളി. സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോഴേ അപ്പൊ ഞമ്മക്കും ഉറക്കം വരും. അപ്പൊ കാണാം. പോലീസ് സ്റ്റേഷൻ ചതിച്ചവന്റെ ഈശ്വര. മുതലാളി, മുതലാളി ഇത്രയും കാലം ലോക്കപ്പിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ വാടക വീടെന്ന് പറഞ്ഞതോ? ഓ, മനസ്സിലായി. വലിയ വലിയ കള്ളന്മാരൊക്കെ ജയിലിന് തറവാടെന്ന് പറയുന്ന പോലെ മുതലാളി പോലീസ് സ്റ്റേഷന് വാടക വീടെന്ന് പറഞ്ഞായിരിക്കില്ലേ? രാഷ്ട്രീയക്കാരനെ പോലെ ആൾക്കാരെ വഹിക്കാൻ വായിട്ട് അലയ്ക്കാതെ വണ്ടി കയറിയിടാ. നീ ഒരു ഡ്രൈവറാണ്. ഞാൻ പോയിട്ട് പോന്നേക്കാം. മാസത്തിൽ ഒരിക്കൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണമായിരിക്കും. കള്ളൻ. പോയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടുത്തെ പഴയ ഒരു അന്തേവാസിയാ. ഏതാ സെക്ഷൻ? മോഷണോ പിടിച്ചോ? അയ്യോ, അന്തേവാസി എന്ന് പറഞ്ഞത് ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന വാടകക്കാരൻ എന്ന നിലയിലാണ്. ഓ, മനസ്സിലായി. ഡ്രൈവർ ഓമനക്കുട്ടൻ. അതെ. ഡ്രൈവർ പണി മതിയാക്കി താനെന്താ സർക്കസിൽ ചേർന്നോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞാൻ അഭ്യാസം ഒന്നും കാണിച്ചില്ലല്ലോ. ഈ ബഫൂൺ വേഷം കണ്ടിട്ട് ചോദിച്ചതാ. താൻ അഭ്യാസിയാണെന്ന് എനിക്കറിയാം. നിന്ന നിൽപ്പി മുങ്ങുന്ന അഭ്യാസി. അയ്യോ, ഞാൻ മുങ്ങിയതല്ല, വിഴുങ്ങാൻ പോയതാ. വിഴുങ്ങാനോ? അതെ, ഹൈദരാബാദിൽ ആസ്മയ്ക്കുള്ള ഒരു മീൻ വിഴുങ്ങാൻ പോയതാ. ആസ്മ മാറണമെങ്കിൽ മീൻ മാത്രം വിഴുങ്ങിയാൽ പോരായിരുന്നു ഓമനക്കുട്ട. 4-5 മാസത്തെ വാടക കൂടി വിഴുങ്ങണോ? കുടിശ്ശിക തീർത്ത് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി വന്നാ. ഓമനക്കുട്ട, താൻ ആദ്യം ആ വീട്ടുടമസ്ഥന്റെ കുടിശ്ശിക മുഴുവൻ തീർത്തുകൊട്. ഇവിടെ താമസിക്കുന്ന കാര്യം ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിച്ചാ മതി. 5 കൊല്ലോ? 5 years? സർക്കാർ കാര്യമല്ലേ. പുതിയ പോലീസ് സ്റ്റേഷന്റെ പണിയൊക്കെ എപ്പോഴാ തീരുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമാണോ? അല്ല, സാറും പോലീസുകാരന്മാരും കൂടും കുടുക്കെടുത്തോണ്ട് ഒഴിഞ്ഞു എന്നാലേ എനിക്കിവിടെ. ഓഹോ, അപ്പൊ പോലീസിന്റെ കുടുക്ക ഒഴിപ്പിച്ച് താമസിക്കാൻ വന്നിരിക്കാണല്ലേ? വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇടിച്ചിട്ട് നട്ടല്ലേ നോക്കും. ഇറങ്ങി പോടാ. അപ്പോ ഇരിക്കട്ടെ, ഇങ്ങനത്തെ ഒന്നും എടുക്കണ്ട, രണ്ടും എടുക്കണ്ട. ഇവന്റെ സാധന സാമഗ്രിയില്ലേ? ഒരു മുട്ടത്തലും പ്രതിമ എല്ലായിടത്തും പോകാൻ പറ. അത് ഇവിടെ ഇരിക്കട്ടെ. പിടി. അതെ, അതുകൂടെ എടുത്തോണ്ട് പോ. അല്ല, ആ എടുക്കി. ആ, ഒന്നുകൂടെ എടുക്ക്. ആ, വലിച്ച് വലിച്ച് മരിക്കി. വലി വലിക്ക്. ഇനി മുയലാളി ഒന്ന് വലിക്ക്. ഇനി മുയലാവൂല, ബാക്കിയുള്ള വീട് വലിച്ചാ മതി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തൊരു എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിൽ ഇരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴിവട്ടം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ. ഞാൻ വേണ്ട വേണ്ടാന്നൊരു 100 മുടിപ്പര അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ശങ്കരപിള്ള ചേട്ട ഒരു 500 രൂപയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ ഒരു 500 രൂപ എടുത്തോണ്ടെങ്കിൽ വിസ്തരിച്ചത് മതി. സത്യം പറയണം, പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയിലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ ഈ അഡ്രസ് വിളിച്ച് കേക്കി. മനുഷ്യപ്പെട്ടുള്ള മൊയിലാളിമാരി നാട്ടിലുണ്ട്. വല്ലതിലും 10 ചക്ര ഒരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. മതി പുളു കേട്ടത്. റിഹേഴ്സൽ സമയം എഴുതേക്ക്. ഇവിടെ ബാലയെ കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇരിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കയറ്. വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ? ഇവിടുത്തെ ചാപ്പാട് സ്ഥിരമായിട്ട് 1 മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലോ കഴിച്ച് കിടക്കുന്നു. പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. തെണ്ടിത്തരം പറഞ്ഞാൽ ചന്തേ, ഇതൊരു കലാക്ഷേത്രമല്ലേ? കൊലാക്ഷേത്ര. എന്നെ ഒരു കാര്യം, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. ചോയില്ലേ?
ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും? ഏത് പടാ? പ്രേമപ്രതിജ്ഞ. പ്രിവീഷോ അല്ലേ? എന്താ പോണോ? ചേച്ചി പോണില്ലേ? ഞാൻ എങ്ങനെ പോകാനാ? എനിക്ക് നാളെ ഒരുപാട് എൻഗേജ്മെന്റ്സ് ഒക്കെ ഉണ്ട്. എന്നാ ഞാൻ പോകട്ടെ ചേച്ചി. പോയിക്കോളൂ, അതിനെന്താ? എന്റെ കൂടെ വേണ്ടപ്പെട്ട 3-4 ഫ്രണ്ട്സും ഉണ്ടാവും. അതൊന്നും ഒരു പ്രശ്നമല്ല. എന്നെ കേട്ടുവോ? അപ്പൊ ഒരു കാര്യം ചെയ്, എന്റെ പേരങ്ങ് പറഞ്ഞേച്ചാ മതി. എന്നാലും ചേച്ചി ഒന്ന് വിളിച്ചു പറഞ്ഞ ഒന്ന്. കുട്ടിക്ക് പടം കാണുകയല്ലേ വേണ്ടു. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരുപാട് നാളായി ഒരു നല്ല മലയാള പടം കണ്ടിട്ട്. എത്ര മണിക്ക്? 7 മണിക്കോ? ആരാ ഡയറക്ടർ? ഡയറക്ടർ എന്റെ ഒരു ഫ്രണ്ടാ, പ്രൊഡ്യൂസർ എന്റെ ഫ്രണ്ടാ. വേണ്ട, ഞാൻ കാറായിട്ട് വരാം. ഒന്നും സാരമില്ല, എത്ര പേര് വേണേ ആവാം. അപ്പൊ 7 മണിക്ക്. ഓക്കെ. വെച്ചുക്കോ. சரிங்க. വന്നാ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. വന്നാ എഴുതാ. ആരാത്? എനിക്കറിയില്ല. നിങ്ങൾക്കറിയോ? ഇല്ല. ആരാ ഇതൊക്കെ വിളിച്ചത്? ഒന്ന് പോയി വിളിച്ചോണ്ട് വന്നേ. ഓ, ആഴ്ചയിൽ ഇതുപോലെ 3-4 പടങ്ങളെങ്കിലും ഉണ്ടാവും. വിളിച്ചാ ഒഴിവ് വേണ്ടേ? ഇന്നിപ്പോ നിങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് വന്നതാ. സാർ, ഒന്ന് പുറത്തേക്ക് വരും. വരുന്നു. ഡയറക്ടറാവും, കണ്ടിട്ട് കുറച്ച് ദിവസമായി. ജസ്റ്റ് എ മിനിറ്റ്. ആരാ വിളിച്ചത്? മനസ്സിലായില്ല. എന്നെയോ? പിടിയിട്ടില്ല? ഇല്ല. ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. മനസ്സിലായില്ല? പടം കഴിയട്ടെ, എന്നിട്ട് പറയാം. പടം കഴിഞ്ഞിട്ട് പറഞ്ഞോണ്ട് കാര്യമില്ല. കുറച്ച് സീറ്റേ ഉള്ളൂ. ഇൻവൈറ്റ് ചെയ്യാത്തവർക്ക് സ്ഥലമില്ല. ഞാനും ഇൻവൈറ്റ് ചെയ്തിട്ട് തന്നെയാ വന്നിട്ടുള്ളത്. ആര് ഇൻവൈറ്റ് ചെയ്യുന്ന ചോദിച്ചേ? മിസ്സിസ് സുലോചന മേനോൻ. ആരായി മിസ്റ്റർ സുലോചന മേനോൻ? മിസ്റ്റർ ചന്ദ്രൻ മേനോന്റെ ഭാര്യ. ആരായി ചന്ദ്രൻ മേനോൻ? നിങ്ങളൊരുമാതിരി പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നവർ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അതാ ഞാൻ ചോദിച്ചു. താനാണെന്ന് ഒന്ന് പതുക്കെ പറ. താൻ ആ സ്ത്രീകളെ വിളിച്ച് പുറത്തു പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പിടിച്ച് പുറത്താക്കും. അയ്യോ ചേട്ടാ, ചതിക്കരുത്. ഒന്നുമില്ലേ, നമ്മളൊക്കെ മലയാളികളല്ലേ. ആ മിസ്സിസ് മേനോൻ പറഞ്ഞു ഫ്രണ്ട്സിനെയും കൂട്ടി പ്രിവ്യൂവിന് വന്നോളാൻ. അവരെ പുറത്തിറക്കി വിട്ടാൽ ഞാൻ ഇവിടെ കെട്ടു ചാണ്ടി വരും. ഒന്നും പറയണ്ട. ആദ്യം ചോദിച്ചോ താൻ വിചാരിച്ച് എന്നെ പറ്റിക്കാമെന്നല്ലേ? തന്നെക്കാ വലിയ കള്ളന്മാരാ ഞാൻ ഈ സിനിമയെ മെച്ചു കിടക്കുന്ന അറിയോ? ചേട്ടാ, ഞാൻ എന്ത് വേണം ചെയ്യാൻ, ദയവ് ചെയ്ത് അവമാനിക്കരുത്. എടോ, 23 വർഷമായി ഞാൻ സിനിമയിൽ വന്നിട്ട് തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി താൻ ഒരു ചുറ്റിക്കളിക്കാരനാണെന്ന്. അയ്യോ എന്റെ ചേട്ടാ, ഒരു ചുറ്റിക്കളി ഇല്ല. എനിക്ക് സീറ്റ് വേണ്ട, ഞാൻ വേണം നിന്ന് കണ്ടോളാം. പക്ഷെ അവരെ പുറത്താക്കരുത്. ശരി, ആ മൂലയിലെങ്ങാനും പോയി ശല്യം ഉണ്ടാകാതെ കാണും. ആരെങ്കിലും വരുമ്പോ ഞാൻ എഴുന്നേറ്റോളാം. അപ്പൊ അതുവരെ അയ്യോ, കണക്കില്ലാതെ സ്വത്ത് വന്നപ്പോ കണ്ണുകെട്ടുപോയി. ഞാൻ പറഞ്ഞാണ് കടുകുമുളകും ചുറ്റിയിടാൻ. കേട്ടില്ല. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യ. എല്ലാം നേരെയാവും. ഞാൻ അയാൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ കറിയായിരിക്കും? എനിക്ക് ഭർത്താവായിട്ട് അങ്ങനെ വരത്തില്ല. ഇവിടെ കയറി പോകാതെ ആ വൈദ്യുതർക്ക് എന്ന് പറയും. അയാൾ എളുപ്പം മാറ്റി തരും ഭ്രാന്ത്. അബു, യെസ് സർ. ഒരു ഭ്രാന്തന്റെ ഭാര്യയുടെ വേദന നിനക്ക് മനസ്സിലായില്ല. അല്പം കൂടി മാന്യമായിട്ട് പെരുമാറൂ. ശരി സാർ. അബു, സാർ എടുക്കട്ടെ. മാന്യത മാന്യത. ഓ, മാന്യത. സോറി സാർ. സഹോദരി, ഒന്ന് പുറത്തേക്ക് വന്നാലോ പ്ലീസ്. എന്നാ വരട്ടെ. ദൈവമേ, അയാൾ എന്തായാലും വരട്ടെ. അയ്യോ, ഇതെന്നെ ചേട്ടൻ. ചേട്ടാ, എന്നാൽ ഈ ഗതിയിൽ വന്നല്ലോ. അയ്യോ ചേട്ടാ, അയ്യോ സഹിക്കുന്നില്ലേ ചേട്ടാ. കണ്ടോട്ടാണ്, കണ്ടോട്ടാണ്. ഭാര്യ വന്ദനെ, എനിക്കൊരു കുഴപ്പമില്ലടി. ചേട്ടനാണെങ്കിൽ ഉത്തരവിച്ചാ?
എന്നെ വട്ടനാക്കി ഫുട്ബോൾ കെട്ടുന്ന പോലെ തട്ടിയടി. അമ്മച്ചിയെ പിന്നെ വിളിക്കാം. നീ ചങ്ങലൊന്ന് അഴിച്ചു താടി. നീ നോക്ക്. നീ കളിയൊന്ന് നോക്കി. മുതലാളി ഉള്ളത് ഒരു മാസത്തേക്ക് പുറത്തു വിടില്ല. പിന്നെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. അയ്യോ മുതലാളി കുട്ടി സമരം തീർന്നെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. 7ഓളം ബില്ലുകൾ ഇപ്പൊ പാസ്സാകാതെ കിടക്കുകയാണ്. ആ ഇനത്തിൽ നമുക്ക് വരാനുള്ളത് ലക്ഷക്കണക്കിന് രൂപയാണ്. കൈക്കൂലി കൊടുക്കേണ്ടടുത്ത് കൊടുത്താലേ ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾ നടക്കൂ. നിർത്ത്. അങ്ങനെ വളഞ്ഞ വഴി കൂടി കാര്യം നേടുന്ന സ്വഭാവം നമ്പ്യാർക്കില്ല. നേരായ അളവിൽ സിമെന്റും കമ്പിയും ചേർത്താണ് ഞാൻ ഓരോ ബിൽഡിംഗും പണിതിരിക്കുന്നത്. എടാ, യുക്തിവാദിയായ ഒരു മനുഷ്യനും ഒരിക്കലും സമൂഹത്തെ വഞ്ചിക്കില്ല. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നമ്മൾ പണിത ഫ്ളാറ്റിൽ ചോർച്ചയുണ്ടെന്ന് പറഞ്ഞ് കമ്പനിക്കെതിരെ കേസായിട്ടുണ്ട്. ഈശ്വര, അങ്ങനെ അബദ്ധത്തിലാണെങ്കിലും വല്ലപ്പോഴും ഈശ്വരനെ വിളിക്ക. തുറന്നു പറയാലോ, സ്റ്റാഫുകൾക്ക് ഈ മാസത്തെ ശമ്പളം കൊടുക്കാൻ പോലും ക്യാഷ് റൈസ് ആയിട്ടില്ല. ആകെ പ്രശ്നങ്ങളാ. ഒന്ന് നിർത്തോ. വെറുതെ മനുഷ്യനെ പ്രാന്തുടിപ്പിക്കാൻ വേണ്ടി രാവിലെ പെട്രോളും കത്തിച്ച് വരും. ഈ പ്രശ്നങ്ങളല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ലേ? അല്ല, വിവരങ്ങളൊക്കെ ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. എന്തെങ്കിലും പരിഹാരം കണ്ടില്ലെങ്കിൽ കമ്പനി കൂട്ടേണ്ടി വരും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആ ചെല്ലേ. എല്ലാത്തിനും കാരണം നിങ്ങളുടെ യുക്തിവാദ ആണെന്ന് തന്നെ വെച്ചോടി. നീ ദിവസം വിളിക്കാറുണ്ടല്ലോ ദൈവമേ ദൈവമേ എന്ന്. വല്ല ഗുണമുണ്ടോ? ദേ കമ്പനി കൂട്ടാൻ പോവാ. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദേ, യുക്തിവാദം പറഞ്ഞ് കുടുംബം നശിപ്പിക്കരുത്. അല്ലച്ച, അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. എഴുന്നേരെ എഴുന്നേരെ എഴുന്നേരെ. ഈശ്വര വിശ്വാസം ഇല്ലാത്തവരോട് ബഹുമാനവും ഇല്ല. പിന്നെ അങ്ങനെ നന്നാവും. പറഞ്ഞായിരുന്നോ? കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയായിരുന്നു. പോടാ പോടാ പോയി ഞാനാ പോടാ. ഈ യൂണിയൻ കൂടി ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. വന്നൊരു യുക്തിവാദിക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാണ്ടായോ എന്റെ ദൈവമേ. വിളിക്കടാ. മിസ്റ്റർ ലാബ്രഡോർ. ആദായിസ്ത പിള്ളസാൻ, ആദായിസ്ത മേഡം പിള്ളസാൻ. എന്റെ ജീവരക്തത്തിൽ എന്നെ മുക്കി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഇതൊരു ഗോവൻ കസ്റ്റമർ. മനസ്സിലായടാ? ആദാ ജീവരക്തം, ഇസ്ത മുക്കി. നിർത്ത്. ജപ്പാനിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. മിസ്റ്റർ ലാബർഡോൺ ഇരിക്കൂ. അത് ജപ്പാനിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പരന്തു കിച്ചണിൽ 24 മണിക്കൂർ നിൽക്കുകയാണല്ലോ ഒരു കുക്കിന്റെ ജോലി. സബാഷ്. ഞാൻ പറഞ്ഞില്ലേ അമ്മ. നമ്മുടെ നാടൻ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ? അപ്പം, കിഴങ്ങേറി, പുട്ട്, പയറ്, പപ്പടം, കഞ്ഞി, പുഴുക്ക, ഇടിയപ്പം. ഇതൊക്കെ ഏത് പാർട്ടിക്ക് വേണം? ബ്രദർ ഒരു പഴഞ്ചനാകരുത്. ലേറ്റസ്റ്റ് ഡെലീഷ്യസ് ഡിഷസ് ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്ക്രാമ്പിൾഡ് എഗ്സ് ഇൻ മഷ്റൂം, ഓണിയൻ ലീഫ് ഇൻ ബംഗാൾ ഗ്രാം, ബട്ടർ ഇൻ മലായ് കോഫ്ത. ഗോവൻ ഭാഷയിൽ മലൈ കോഫ്ത ഒരു തെറിയാണ്. ഈ രണ്ട് അലവലാദികൾ പറയുന്നത് കേൾക്കണ്ട. ഇതിന്റെ ഉടമസ്ഥൻ ഞാനാണ്, മിസ്റ്റർ ലാബഡോൺ. പാചകം തനി ഗോവൻ രീതിയിലായിക്കോട്ടെ. ഗോവയിൽ ഒരു പഴമൊഴിയുണ്ട്. കൃച്ചേ കൃച്ചേ ഓർത്തല്ലേ അന മന തന്ത്രി ചിക്കി മട്ടി ഡി ഗോവ അന മന തന്ത്രി. ബ്യൂട്ടിഫുൾ. എന്താണ് ഇത് മുദ്രാവാക്യോ? യു ആർ അപ്പോയിന്റഡ്. കിച്ചൻ ഹോസ്തിന, കിച്ചൻ നന്നായിരിക്കട്ടെ. പിള്ളസാൻ ഹോസ്തിന, പിള്ളസാൻ നന്നായിരിക്കട്ടെ. മേഡം പിള്ളസാൻ ഹോസ്തിന, മാഡം പിള്ളസാൻ നന്നായിരിക്കട്ടെ. വല്ലഭായി നന്നായി ഹോസ്തിന, വല്ലഭായി നന്നാകാൻ നോക്ക്. കർക്കിടക ഹോസ്തിനാനോ. മൊത്തത്തിൽ കർക്കടക ടൂറിസ്റ്റവും നന്നായിരിക്കട്ടെ. അപ്പോയിന്റഡ്. അപ്പോയിന്റഡ്. അയ്യോ അയ്യോ അയ്യോ, എന്റെ കൈയൊടിഞ്ഞേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, തന്റെ കണ്ണിലെത്തിരുവേ. തന്റെ ദേഹം തിരിച്ചല്ലോ, അതിനുമേ ചവിട്ടി നിർത്തിയില്ലേ? വെറും അഭിനയം സാറേ. അത് തിരിപ്പുണ്ട. അയ്യോ 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 സാറേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. അയ്യോ, ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. സൈക്കിളിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ എന്നാക്കിയിട്ട് ഈ അഡ്രസ്സിൽ ഒന്ന് എന്നെ കാണും. സൈക്കിളിന് മാത്രമല്ല, എനിക്കും കുഴപ്പമുണ്ട്. ഒന്ന് കാണാൻ പറഞ്ഞില്ലേ? അയ്യോ
പുല്ല് ഇംഗ്ലീഷ്. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരപ്പി, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലായിടവും ചുറ്റും. എന്തിനെ? എന്താ നിനക്കെന്തൊരു നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ. ചുമ്മാ ഉള്ള പ്ലാസ്റ്ററെല്ലാം എടുത്ത് വലിച്ചാരി ചുറ്റടേ. ചുറ്റാൻ പറ്റൂല, കാശ് എന്ന സാധനം തരാം, തന്നെത്താൻ ചുറ്റിക്കോ. എന്തരാ വരട്ടെ ഹേട്, കേവൻ സർക്കാരിനെ തെണ്ടി. കായില്ല, ചിക്കൻ്റെ വിറ്റെടുത്തോ, രക്ഷിപ്പിച്ചളയണം. നോക്കട്ടെ, ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞു? ഏതവനാടാ അത്? വല്ല പിച്ചക്കാരനായിരിക്കും, നോക്ക്. എന്താ ചിരിക്കുന്നത്? ബാബിച്ചേട്ടൻ പറഞ്ഞു അപ്പു ആയിരിക്കും. വരൂ, ബാബിച്ചേട്ടൻ പറഞ്ഞ ആള് തന്നെയാ. ആ ഇരിക്കും. ഗുഡ് മോർണിംഗ്. മനുഷ്യനുണ്ടായിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ഔചിത്യബോധം. അത് അശേഷം തനിക്കില്ല. അതെന്താ? എന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു, അപ്പോഴായിരിക്കും തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. അത്രേ ഉള്ളൂ. ഓ, സാറിനത് വലിയ കാര്യമല്ലായിരിക്കും. എന്നല്ല, ഇന്നാണെങ്കിൽ ഇന്റർവ്യൂ ഒന്നുമില്ല, എനിക്ക് ഫലിതം പറയാൻ നല്ല മൂടും. എന്നാൽ ചില തമാശകളൊക്കെ പറഞ്ഞ് നിങ്ങളെ രസിപ്പിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എന്ത് വേണേ തരാം, ആ വളിപ്പ് മാത്രം പറയരുത്. അവിടെ നിന്നാലേ ധാരാളം പണികളുണ്ടാവില്ലേ? എവിടെ? ചന്ദ്രേട്ടന്റെ വീട്ടില്. എന്ത് പണി? പാചകം. അയ്യോ, അവിടെ അങ്ങനെയുള്ള പണിയൊന്നുമില്ല. അതെന്താ, അവിടെ വെപ്പും കൂടി ഒന്നും ഇല്ലയോ? അതൊക്കെ അവരല്ലേ ചെയ്യുന്നത്. ചന്ദ്രേട്ടനും ചേച്ചിയും എന്റെ മേലനങ്ങാൻ സമ്മതിക്കില്ല. എന്നിട്ടാണോ താനൊരു നല്ല പാചകക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞത്? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സത്യം പറ, താനില്ലേ അടുത്ത വെപ്പണി പറയുന്നത്? വല്ലപ്പോഴും തമാശന് ഈ സാമ്പാറിന്റെ കഷ്ണം വല്ലതും. അങ്ങനെ കിഴക്കമ്മാട്ടുകൂരിനെ പറ്റിച്ച് ഒരു തെണ്ടിയോട് രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്ന് സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നിട്ട് സമാധാനിക്കാം. ഇയാൾക്ക് എന്നെ തനിനാ മനസ്സിലായിട്ടില്ല. നിങ്ങൾ ചെയ്യണെന്ന് അറിയോ? സുരേഷ് മേലാന്ന് പറഞ്ഞ് നമുക്ക് കളച്ചിക്കുന്നില്ലേ? ആ നമുക്ക് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് അല്ല എവിടെ കലവല 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 പറയില്ല. ആ എന്റെ ഇടപാടെ അയാളോടല്ല, ഇയാളോടാ, ഈ നക്കി നേരോട്. ഈ നക്കീന്ന് പറഞ്ഞാലേ അയാൾ മാത്രമല്ല, അത് മനസ്സിലാക്കണം കേട്ടോ. കേട്ടോ, ആദ്യം പോലീസിനെ കൂട്ടി രോഗിന്റെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് അവൻ ആരാണ് എന്താണെന്ന് അന്വേഷിച്ച ശേഷം അവിടെ ആക്ഷൻ എടുക്കാം. അല്ലാതെ ഇവിടെ മറ്റൊരു മറിച്ചും പറയുന്നത് എന്താ കാര്യം? എന്നാ ഞാൻ വരാൻ സ്റ്റേഷനിലേക്ക്. പിന്നൊരു കാര്യം, പിന്നെ ഓടിപ്പകലെ ശമ്പളം നടത്തിയാലല്ലോ അടിച്ചിന്റെ പൂട്ടല് കൊടുക്കും ഞാൻ. പിന്നെ നീ എഴുന്നേറ്റ് കളിക്കലടാ. കുറച്ചു നേരം നീ തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല, തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. അടി അടി, പുറകെ ഞങ്ങളുണ്ട്. അടി എന്താ പാടും മാപ്പിളെ? ഒത്തില്ല. എന്താണ് ഒത്തില്ല? തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്നു മുടക്കും ഞാൻ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, അളി ഇതെന്ത് ഭാവിച്ചോണ്ടാ? ഇതിനു മുമ്പ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സന്ധ്യാസമയത്ത് കടയിൽ വന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന്. പിന്നെ എൻ്റെ ഭാര്യ ജാനവിന് ഇത്തരം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനും ബുദ്ധിമുട്ടുണ്ട്. ശോഭയെ നല്ല നിലയ്ക്ക് കല്യാണം കഴിച്ചയക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അളിയനായിട്ട് അത് മുടക്കരുത്. അളിയനെ പോലെ അന്തസ്സില്ലാത്ത രീതിയിലല്ല ഞാൻ കുടുംബം പോറ്റുന്നത്, അറിയാവോ? നാരായണ, എന്താ കടയിൽ പോ. സൗകര്യമില്ലെങ്കിലോ? തന്നെ ഞാൻ എടുക്കാമെന്ന് സമ്മതിച്ചത് തനിക്ക് ഡാൻസ് അറിയാം, പാട്ടറിയാം എന്നൊക്കെ ഇയാള് പറഞ്ഞതുകൊണ്ടാണ്. അവസാനം മറ്റുള്ളവന്മാർ കാണിക്കുന്ന മാതിരി താൻ വല്ല കോപ്രായവും കാണിച്ചാൽ ഇല്ല മാഷേ. പിന്നെ തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നത് വരെ ശമ്പളമില്ല.
വേണ്ട സാർ, അത് കഴിഞ്ഞാലും വേണ്ട. ഞാൻ എല്ലാം വേഷ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മുതലാളി. അവസാനം മറ്റുള്ളവന്മാരുടെ കൂടെ കൂടി ഞഞ്ഞാപിഞ്ഞ വർത്താനം പറയാൻ വന്നോണ്ടല്ലോ. ഇല്ല മാഷെ, ഇല്ല. അപ്പോ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്യശാസ്ത്ര പ്രകാരം ഈ പുണ്യപുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോ നമ്മൾ നിർബന്ധമായും മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ല, അതിപ്പോ പുരാണായാലും സോസിലായാലും ഇവിടെ മത്സ്യമാംസം ഒന്നും ഇല്ലല്ലോ. ഒന്ന് മിണ്ടായിരേ മുതലാളി. സ്വാമി പൂണോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയറും അടിച്ചോണ്ട് ഇവിടെ എവിടെങ്കിലും ചെറിയോടി കിടന്നോളൂ. അതെ അതെ. അപ്പൊ നമ്മൾ എവിടെയാ മത്സ്യമാംസം. സീത അശോകവനത്തിൽ. കുട്ടികളായ ശ്രദ്ധ വേണം. ഈ നക്കുന്ന കാര്യമല്ലാതെ വേറെ ഒരു ചിന്തയില്ലല്ലേ? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. താനെന്ന് മനുഷ്യനെ കുരം കളിപ്പിക്കുക. പണം വാങ്ങാതെ തന്നെ പടത്തിൽ അഭിനയിച്ചതാ ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റ്. പിന്നെ ചോദിച്ചവൻ പറഞ്ഞു പണം പാതിയാവട്ടെ എന്ന്. പണം പാതിയായി, മുഴുവനായി, റിലീസുമായി. എന്നിട്ട് എവിടെ? താനെന്തൊന്നും മിണ്ടാത്ത്? നാം ഇറങ്ങിപ്പോയോ? എന്തെങ്കിലും പറയണം മിസ്റ്റർ. തനിക്ക് തരാൻ പറ്റില്ലെങ്കിൽ അത് പറ. വാങ്ങാനുള്ള വഴി എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ അതൊരു ഓർമ്മപ്പശു പറ്റിയതാണെന്ന്. അത് ഓർമ്മിപ്പിക്കാനാ ഞാൻ വന്നത്. 1 സെക്കൻഡ്. ആ അപ്പു, വരൂ വരൂ. എന്റെ പുതിയ മാനേജർ കം അക്കൗണ്ടന്റ് മിസ്റ്റർ KP അപ്പു നായർ. നമസ്കാരം. ഹലോ മിസ്റ്റർ അപ്പുവിന് മനസ്സിലായി കാണുമല്ലോ, സുപ്രസിദ്ധ സിനിമാ താരം. അറിയാം. ആ അതാ. അപ്പു ഇരിക്കൂ. ഇനി ഒരു പ്രശ്നവുമില്ല. അപ്പു ഉണ്ടല്ലോ, 16th ഒരു ചെക്ക് വരും. 16th, 17th, 18th. എന്താ അപ്പു? 19th ഞാനില്ലെങ്കിലും അപ്പു ചെക്കോ ക്യാഷോ എന്താ വേണമെന്ന് കൊടുത്തോളൂ. ഒരു കാര്യം ചെയ്യും, 19th അത് വാങ്ങിക്കോളൂ. എന്താ അപ്പു? ആയിക്കോട്ടെ. ആ അടുത്ത മാസം 13 മുതൽ 23 വരെ മറ്റാർക്കും കോൾ ഷീറ്റ് കൊടുക്കും. അതിന്റെ അഡ്വാൻസ് അതിന്റെ അടുത്ത ദിവസം വാങ്ങിക്കോളൂ. എന്താ അപ്പു? ആ അങ്ങനെ വേട്ടെ. 19th ഇവിടെ ഉണ്ടാവില്ലേ? പിന്നെ ഇനി എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞാൽ മതി. ആ ഓക്കെ, ബൈ. എന്താ പേടിച്ചു പോയോ? ഇല്ല. ഹലോ ഹലോ, ആരാ? ഇല്ലല്ലോ, പുറത്ത് പോയിരിക്ക. വരുമ്പോ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ, താങ്ക് യു. ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു കളി. അപ്പു എന്റെ അക്കൗണ്ടന്റ് മാത്രമല്ല, മാനേജർ കൂടിയാണ്. മാനേജ്മെന്റിലാണ് അപ്പു കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പല പല അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ചെക്ക് കൊടുക്കും, ആ ചെക്ക് തിരിച്ചു വരും. ആളുകൾ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും, ചിലരെ അന്വേഷിച്ച് നമ്മൾ അങ്ങോട്ട് പോകും. ചുരുക്കി പറഞ്ഞാൽ മനോധർമ്മം അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ട പല പല സംഗതികളും ഉണ്ട് എന്നർത്ഥം. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല സാർ. ഇതിലൊക്കെ മുൻപരിചയമുണ്ടോ? അതില്ല. പിന്നെങ്ങനെയാ? ജന്മനാലുള്ള കഴിവാ? വല്ലഭൻ വല്ലഭായി, അത്ര കടുപ്പിക്കാതെ. വല്ലവന്റെയും ഭായി എന്നാണ് സർ. ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ ഒന്നാണ്. ആ ഒറ്റ കാരണം കൊണ്ട് ഇയാൾ എന്റെ ഭായി അല്ല. മേജർ ജപ്പാനിൽ പോയി ഈ വിഷയം തുടരാൻ അനുവദിക്കരുത്, വധമാണ്. ഏത് കസേരയിലും കയറിയിരുന്ന അങ്ങ് ഞെളി. അങ്ങനെ ഒരു അസുഖമുണ്ട് സർ. ഒരു സ്മാൾ കഴിക്കാൻ. ജപ്പാനിലെ നാഷണൽ ദേവേട്ടന് സ്മോളോ ലാർജോ? ഒരു സ്മാൾ. അല്ല, ഇതൊന്നും ഇവിടെ വിളമ്പാനുള്ളതല്ല.
ഇതൊക്കെ പാക്കാക്കി കൊണ്ടുപോവാ. ഞങ്ങൾ സൗകര്യം ചെയ്തോളാം. സമയമാകുമ്പോ വിളിക്കും. ആ പലഹാരത്തിന്റെ ഉദ്ഘാടനം എപ്പോഴാണ്? സ്ഥലം കലയ്ക്ക് അല്ലെ നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ വന്ന്. ഞാൻ എനിക്ക് തോന്നുമ്പോ വരും പോവും. ആ ഇങ്ങനെ ഒന്നും ഇവിടെ നടക്കുന്നുണ്ടല്ലേ? ഇതെന്താ മരുഭൂമിയാ ലൈലാമജിന് കളിക്കാൻ? വല്ല ബസ് സ്റ്റാൻഡിലോ റോട്ടിലോ പോയിട്ട് പോരത് ആളെ കൊണ്ട് പറയിപ്പിക്കാൻ. നിങ്ങൾ ഇപ്പം വെയിറ്റ് ചെയ്യൂ. അത് ഇറക്കമില്ല. ഒരു സ്ഥലത്ത് വേഗം പോയിക്കോളാൻ, ഒരു സ്ഥലത്ത് കുറച്ച് വെയിറ്റ് ചെയ്യാൻ. രണ്ടും കൂടി ഒരാൾക്ക് പറ്റൂല. പറ്റണോല് പറ്റണത് നടത്തിക്കോളി. പൊട്ടിപ്പോയി. എനിക്കറിയാം എവനെല്ലാം പോയാലും കാര്യം നടക്കൂല, ഞാൻ തന്നെ പോണം. ദാവിക്കുന്നു നമ്മുടെ പുതിയ സീത. ഏത് 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 ഇതാ ഇതേ എന്റെ മോളാ ജാനു. പിന്നെ ഒരുമാതിരി മറ്റിടത്ത് നോട്ടമല്ലോ. അത് കുളിക്കുക സുഖിക്കുക സൗകര്യമുണ്ട്. അങ്ങോട്ട് ഇതെവിടെ നീ വധുവനെ എങ്ങനെയുണ്ട്? അല്ല വണ്ണം എന്നാ സീതയ്ക്ക് ഇത്ര വണ്ണേ പാടുള്ളൂ, ഇത്ര പൊക്കേ പാടുള്ളൂ എന്നൊക്കെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അത് മൊയിലാളി ഏമാരുടെ പറഞ്ഞു കൊടുക്കി. ആര് സീത കിട്ടുന്ന ആളാ സീത. ഇതിനെ തന്നെ കണ്ടുപിടിക്കാൻ പെട്ടവാളെ എനിക്കറിയാം. മൊയിലാളി ഇവിടും തപ്പിയെടുത്തു. ഒന്നും പറയാണ്ടിരിക്കാ ഭേദം. ആദ്യം അഭിനയിക്കാൻ ഒക്കൂലൊക്കെ പറഞ്ഞതാ, പിന്നെ തന്തം പിടിക്കുക. ധർമ്മ ധർമ്മ അവൻ വരുന്നു, സ്റ്റണ്ട് വരുന്നു. ഇതാണ് സാർമാരെ ഞാൻ പറഞ്ഞ സ്റ്റണ്ട് പാർട്ടി, കുങ്ഫു ഫക്രുദ്ദീൻ. അസ്സലാം വലൈക്കും. സലാം വലൈക്കും. നടിമാരെ കണ്ട് സംസാരിച്ചോ? നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോവാം. ഫക്രുദ്ദീൻ ബായിക്ക് ഒരു ആഗ്രഹമുണ്ട് സാർമാരെ. എന്തായത്? അല്ല, ഫക്രുബായി ഇതുവരെ സ്റ്റണ്ട് അസിസ്റ്റന്റ് ആയിരുന്നു. നമ്മുടെ പടത്തിൽ സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ട് കാശൊന്നും കൊടുക്കണ്ട, എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ മതി. എന്റെ കഴിവ് കാണിക്കാൻ ഒരവസരം. തിന്നാനുള്ള അവസരോ? അല്ല സർ, അഭ്യാസം കാണിക്കാനുള്ള ഒരവസരം. മാഷാക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷെ സ്റ്റണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണം. 1-2 ഐറ്റംസ് കാണിക്കൂ. ഇപ്പൊ കാണിക്കാം സർ. മതി മതി മതി. വെയിൽ കൊള്ളണ്ട, കറുക്കും. യൂസ് ഡെൽറ്റ ക്രീം. ഏതാ ഈ പുതിയ കുസുമോ? എന്താ മണപ്പിക്കാൻ തോന്നുന്നു? വിരോധമില്ലെങ്കിൽ ഒരു വിരോധവും ഇല്ല. ഒന്ന് എണീറ്റേ. എണീക്ക്. ഓക്കേ. ആ മഡ്ഗാർഡ് ഒന്ന് ഊരിക്കെ. ഊരി. അയ്യടാ, കണ്ടേച്ചാലും മതി. മണപ്പിക്കാൻ വരുന്നു. ഹായ് സുധു ഡാർലിംഗ്. വണക്കം വേണിയമ്മ. ഇങ്ങോട്ട കാലത്ത് കോഴിയൊക്കെ ആയിട്ട്. ചുക്കർക്കിടക ഡാം ആൻഡ് ഡ്യൂ. ന്യൂ കുക്ക് അറൈവ്ഡ്. മിസ്റ്റർ ഫെലിക്സ് സ്റ്റാൻസിലാവ്സ് ലാബ്രഡോർ ഫ്രം ഗോവ. നമ്മുടെ ഹോട്ടൽ പുതിയ മുഖം തേടുന്നു. വെയിറ്റേഴ്സിന് ആവശ്യമുണ്ടോ? 3 എണ്ണം. യവന്മാർ ഇവിടുത്തെ സ്ഥിരം വെയിറ്റേഴ്സാ. ഓൾവേസ് വെയിറ്റിംഗ് ഫോർ നത്തിങ്. യവന്മാരെ ഇവിടുന്ന് മാറ്റാമെന്ന് വിചാരിക്കണ്ട. യവന്മാർ ഇവിടെ ഇരുന്ന് വേരും നാരായ പേരും ഇറങ്ങി പൂവും കായും ഒക്കെ ആയി വലിയ വലിയ മഹാഗണി വൃക്ഷങ്ങളാകും. ഏതെങ്കിലും പെമ്പിള്ളേർ ഇതുവഴി പോകുമ്പം പതുക്കെ കൊണ്ട് ചായ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഈ പടി ചവിട്ടി പോരുത്. അമ്മിണിക്കുട്ടി, എന്നെ കൈവിടരുത് അമ്മിണിക്കുട്ടി. നമ്മുടെ ബന്ധത്തെ പറ്റി ഞാൻ എന്റെ വേണ്ടപ്പെട്ടവരെല്ലാം അറിയിച്ചു പോയി. വീട്ടിലെ കത്ത് വരെ എഴുതി. എന്നിട്ട് ഈ അവസാന നിമിഷത്തിൽ ആര് പറഞ്ഞു കത്തെഴുതാൻ? ഞാൻ പറഞ്ഞോ തന്നെ പ്രേമിക്കുന്നെന്ന്? പ്രേമിക്കുന്നുവെന്ന് പറയണോ? പരിചയപ്പെട്ട നിമിഷം മുതൽ നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞത്? നമ്മൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോയിട്ടില്ലേ? റെസ്റ്റോറന്റിൽ പോയിട്ടില്ലേ? പിക്നിക്കിന് പോയിട്ടില്ലേ? സ്വകാര്യ ദുഃഖങ്ങൾ അന്യോന്യം കൈമാറിയിട്ടില്ലേ? ഇതിൽ നിന്നൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്?
അമ്മണിക്കുട്ടി വേണമെങ്കിൽ ഈ പാവത്തിനെ മറന്നോളൂ. പക്ഷെ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, സത്യം. സന്തോഷം. ജീവിതത്തിൽ ആദ്യമായിട്ട് മനസ്സുകൊണ്ട് താനൊന്ന് കരഞ്ഞല്ലോ, അത് മതി. എനിക്ക് സന്തോഷമായി. നിക്കലേ, നീ എന്താ എന്നെ പറ്റി മനസ്സിലാക്കിയത്? ഞാൻ മനസ്സ് നൊന്ത് കരഞ്ഞാൽ നിനക്ക് സന്തോഷാവൂല്ലേ? എന്റെ മനസ്സും നൊന്തില്ല, ഞാൻ കരഞ്ഞൂല്ല. എടി വച്ചേ, ഇത് എന്റെ അവസാനത്തെ നമ്പറാ. 18ാമത്തെ അടവ് എന്ന് കേട്ടിട്ടില്ലേ? അതാ ദേ ഇത്. നീ ആര്? ഭൂലോകരമ്പയോ? നിന്റെ ദേഹത്തു സ്വർണം പതിച്ചു വെച്ചിരിക്കുന്നു. മുരിക്കക്കോല് പോലുള്ള ഉടലും തൂർച്ച കണ്ണും ഉന്തിയ നെറ്റി ഇളിഞ്ഞ ചിരി. നിന്നെ കേട്ടാ എന്നെ പോലെ മരമോന്തമുള്ള ഒരുത്തനല്ലാതെ പിന്നെ ഗന്ധർവൻ ഇറങ്ങി വരാൻ പോകുന്നു. Stupid. ആ, ഇത് നിങ്ങളൊരു കാര്യം. ഞാൻ മുഖാന്തരം ഒരുത്തി ഇവിടുന്ന് രക്ഷപ്പെട്ടു. ഇവളെ പോലെ അഹങ്കരിച്ച് നടക്കാനാണ് നിങ്ങളുടെയും ഭാവമെങ്കിൽ ഈ വരട്ട് തള്ളെ പോലെ നരച്ചു കുറച്ച് ആയുഷ്കാലം മുഴുവൻ നിൽക്കേണ്ടി വരും. മനസ്സിലായോ? അമ്മണിക്കുട്ടി, നീ ഒന്ന് മനസ്സിലായിക്കോ, ഞാൻ ഈ വിരലൊന്ന് ഞൊടിച്ചാ മതി, ആയിരക്കണക്കിന് പെമ്പിള്ളാരോടൊന്ന് ക്യൂ നിൽക്കും. അറിയാമോ? എടാ അപ്പോ, ഞാൻ നുണയനാണ്, പെൺകോന്തനാണ്, ആഭാസനാണ്. പിന്നെ വിശ്വദാസ്, അനങ്ങിപ്പോരും. ഇനി 1 ഇഞ്ച് മുന്നോട്ട് വെച്ചാൽ അപകടമാണ്. അവസാനിപ്പിച്ചു കളയും. അനങ്ങരുത്. ബാസേട്ടാ